സംഭലിലെ പള്ളികളിൽ റമലാനിൽ നമസ്കരിക്കുന്നവരുടെ എണ്ണം പരിമിതപ്പെടുത്തിയ ഉത്തർപ്രദേശ് സർക്കാരിന് അലഹബാദ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ക്രമസമാധാനത്തിന്റെ പേരിൽ നമസ്കരിക്കുന്നവരുടെ എണ്ണം നിയന്ത്രിക്കാൻ കഴിയില്ല. ഓരോ സമുദായത്തിനും സമാധാനപരമായി ആരാധന നടത്താൻ കഴിയുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ്. ജോലി ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ രാജിവെക്കുകയാണ് വേണ്ടതെന്നും കോടതി പറഞ്ഞു. നമസ്കാരം തടയരുതെന്ന് സംഭൽ എസ്പിക്കും കലക്ടർക്കും ഹൈക്കോടതി നിർദ്ദേശം നൽകി. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, സുപ്രധാനമായ നിർദ്ദേശമാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. കാരണം UP സർക്കാരും രൂക്ഷ വിമർശനമുണ്ട്. ഓരോരുത്തരുടെയും ആരാധനാ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തേണ്ട കടമ നിർവഹിക്കേണ്ടവരാണ് അതിന്റെ ഒരു ക്രമസമാധാന പ്രശ്നം പറഞ്ഞ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അതിനുള്ള മറുപടി കൂടി സുപ്രീം കോടതി നൽകിയിരിക്കുന്നു. അജൽസി, തീർച്ചയായും പോലീസിനെതിരെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് അലഹബാദ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. ഒരു മുനസ്സിർ ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിലാണ് ആ കോടതി സർക്കാരിനെ വിമർശിച്ചിരിക്കുന്നത്. ഈ റമദാൻ മാസത്തിൽ നിരവധി ആളുകൾ ഈ സംഭലിലെ ഒരു മസ്ജിദിൽ നമസ്കരിക്കാനായിട്ട് വരുന്നുണ്ട്. ഇത് ക്രമസമാധാനത്തെ ബാധിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 20 പേർക്ക് മാത്രമേ അവിടെ നമസ്കരിക്കാൻ അനുവാദമുള്ളൂ എന്നായിരുന്നു പോലീസും ഭരണകൂടവും വിശ്വാസികളെ അറിയിച്ചത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു കോടതിയിൽ ഹർജി എത്തിയത്. ആ സമയത്തായിരുന്നു കോടതി രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ക്രമസമാധാനത്തിന്റെ പേരിൽ നമസ്കാരക്കാരുടെ എണ്ണം നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് കോടതി പറയുന്നു. ജോലി ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ രാജിവെച്ചു പോവുകയോ മറ്റിടങ്ങളിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോവുകയോ ചെയ്യണമെന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സംഭാൽ എസ്പിക്കും കലക്ടർക്കും നമസ്കാരം തടയരുത് എന്നുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ ഹൈക്കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ക്രമസമാധാനം പാലിക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് കൂടി കോടതി പറയുന്നുണ്ട്. ക്രമസമാധാനം ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരമൊരു നിയന്ത്രണം വെച്ചതെന്നാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. എന്നാൽ പള്ളിയിൽ നമസ്കരിക്കുന്നതിന് ക്രമസമാധാനത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നിയന്ത്രണം ഏർപ്പെടുത്താൻ സർക്കാരിനോ പോലീസിനോ സാധിക്കില്ല. പൊതു ഇടങ്ങളിലോ മറ്റോ ആണെങ്കിൽ സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ പള്ളിയിൽ നമസ്കരിക്കുന്നതിന് എങ്ങനെയാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ഏത് മസ്ജിദിലാണ് ഇത്തരമൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന കാര്യം ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചിട്ടുമില്ല എന്നുള്ളൊരു കാര്യം കൂടി നിലവിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇത്തരമൊരു വിമർശനം കോടതിയുടെ ഭാഗത്തുകൊണ്ട് പോലീസിനും സംസ്ഥാന സർക്കാരിനുമായിട്ട് ഉണ്ടായിരിക്കുകയാണ്. ഉത്തർപ്രദേശിന്റെ വിവിധയിടങ്ങളിൽ നമസ്കാരങ്ങൾക്കുൾപ്പെടെ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ചിലയിടങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും ഇടവെക്കുന്നുണ്ട്. അതിനിടയിലാണ് കോടതിയിൽ നിന്നും സർക്കാരിനും പോലീസിനും ഇത്തരം ഒരു വിമർശനം ഉണ്ടായിരിക്കുന്നത്.